അങ്ങനെ മാനസിയുടെയും വരുണിന്റെയും ചതി പൊളിച്ചടക്കുകയാണ് കൺമണി. നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്. അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്ന കൺമണിയും ഗോകുലും കൺമണിയുടെ അമ്മായും ചേർന്ന് കൃഷിന്റെ പോക്കറ്റിൽ കൃഷി അറിയാതെ ഇട്ട ആ ഡ്രഗ്സിന്റെ പാക്കറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് അമ്മായി കൃഷിന്റെ മുമ്പിൽ കരഞ്ഞഭിനയിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി കൃഷി പോലും അറിയാത്ത കൃഷിന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഇട്ട ഡ്രഗ്സിന്റെ പാക്കറ്റ് എടുത്തു മാറ്റുകയാണ്. എന്നാൽ ഈ സമയത്ത് സാഗർ കൃഷ്ണനെ വീണ്ടും സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. തുടർന്ന് കൃഷ്ണ സ്റ്റേജിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് അമ്മായി കൺമണിയോട് എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ കൺമണി എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം സെറ്റ് എന്ന് പറയുകയാണ്. തുറന്ന് കൃഷ്ണ സ്റ്റേജിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് സാഗർ പിന്നെ എല്ലാവരോടും കൂടി പറയുന്നത് ഞങ്ങൾ 3 പേരും ആദ്യമായിട്ടാണ് ഒന്നിച്ചൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറയുകയാണ്. ബലരാമൻ, കൃപ, കൃഷ്. എന്നാൽ ഈ സമയത്ത് ഇതെല്ലാം കേട്ട് മാനസ പിന്നെ ശ്രീദേവിയോട് ഇത് തന്നെയായിരിക്കും അവസാനത്തെ ഇവർ 3 പേരും ഒന്നിച്ച് അറ്റൻഡ് ചെയ്യുന്ന ഫംഗ്ഷനും ഇത് തന്നെയായിരിക്കുമെന്ന് കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. തുടർന്ന് മാനസ നേരെ പോകുന്ന വരുണിന്റെ അടുത്തേക്കാണ്. എന്നാൽ ഈ സമയത്ത് വരുൺ മാനസിയോട് ഞാൻ അനിരുദ്ധിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അനിരുദ്ധ് കുറച്ചു നേരം കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തുമെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസ വരുണിനോട് മറ്റൊരു കാര്യം പറയുകയാണ്. അനിരുദ്ധ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ വലിയൊരു ഭൂകമ്പം ഇവിടെ നടക്കാൻ പോവുകയാണ്, നീ നോക്കിക്കോ വരുണേ എന്ന് പറഞ്ഞുകൊണ്ട് മാനസ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് അതെന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് വരുൺ. എന്നാൽ ഈ സമയത്ത് മാനസി വരുണും കൂടി സംസാരിച്ച് നിൽക്കുന്നത് മാറി നിന്ന് ഗോകുൽ കാണുകയാണ്. ഇവിടെ വരുൺ എത്തിയിട്ടുള്ള കാര്യം ഗോകുൽ അറിയുകയാണ്. തുടർന്ന് ഗോകുലി കാര്യം കൺമണിയെയും അമ്മായിയും വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. വരുൺ അവിടെ കണ്ട് അവര് രണ്ടുപേരും ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് അമ്മായി പിന്നെ കൺമണിയോട് ഈ വരുൺ എന്തിനാണ് ഇങ്ങനെ വേഷം മാറി വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്തായാലും വരുണ അറിയാവുന്ന ഒരാൾക്കും വരുണെ തിരിച്ചറിയാതിരിക്കില്ല, എല്ലാവർക്കും മനസ്സിലാകുമെന്ന് പറഞ്ഞ് വരുണെ കളിയാക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സ്റ്റേജിലേക്ക് മാനസികയുടെ അച്ഛൻ ജയമോഹൻ കൂടി വരികയാണ്. തുറന്ന് മൈക്ക് വാങ്ങിയിട്ട് ജയമോഹനാണ് പിന്നെ സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് ഈ സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അലിഗയുടെ ഒരു ഡയറക്ടറും കൂടിയാണ് ഞാൻ. എനിക്ക് മറ്റു ജോലി തിരക്കുകളുള്ളതുകൊണ്ട് അറിയാലോ, ഞാൻ വലിയൊരു ഡോക്ടറാണ്, വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്, ആരെയും നോക്കാറില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും എനിക്ക് തിരിച്ച് ആശുപത്രിയിൽ ജോയിൻ ചെയ്യണം. അതുകൊണ്ട് അലിഗയുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഞാൻ പിന്മാറുകയാണ്, ഞാൻ ഒഴിയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗറും സുജാതിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ ഇത് കേട്ട് കിളി പോയി നിൽക്കുകയാണ്. ആന്റിയമ്മ പിന്നെ മാനസിയോട് അയ്യോ മാനസ എന്ത് മണ്ടത്തരമാണ് നിന്റെ അച്ഛൻ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മാനസ ആന്റിയമ്മയൊന്ന് അടങ്ങ്, അച്ഛൻ മുഴുവൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് ആന്റിയമ്മയെ തണുപ്പിക്കുകയാണ്. തുറന്ന് സാഗർ പിന്നെ ജയമോഹനോട് അയ്യോ ജയമോഹൻ നിങ്ങൾ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറാൻ പാടില്ല, രാജിവെക്കരുതെന്ന് പറയുമ്പോൾ ജയമോഹൻ പിന്നെ സാഗറിനോട് അയ്യോ സാഗർ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്, ഞാൻ മാറുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അതല്ലാതെ ഞങ്ങൾക്ക് ആ സ്ഥാനം വേണ്ട എന്നല്ല. എനിക്ക് വിശ്വാസമുള്ള മറ്റൊരാളെ ഞാൻ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയാണ്. അത് മറ്റാരുമല്ല, എൻ്റെ മകൾ മാനസ. അലിഗയുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറുകയാണ്, പകരം എൻ്റെ മകൾ മാനസിയെ ഡയറക്ടർ ആക്കണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അലിഗയുടെ സ്റ്റാഫുകളെല്ലാം ഞെട്ടി കിളി പോയി നിൽക്കുകയാണ്. കൺമണി, ഗോകുലും കൃഷും എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസിക സന്തോഷമാവുകയാണ്. എന്നാൽ ഈ സമയത്ത് വരുൺ നല്ല സന്തോഷമാവുകയാണ്. അങ്ങനെ എല്ലാവർക്കും മുമ്പിൽ ഓപ്പൺ ആയിട്ടാണ് ജയമോഹൻ ഇങ്ങനൊരു ആവശ്യം ചോദിച്ചിരിക്കുന്നത്. പരസ്യമായിട്ട് ജയമോഹനെ തള്ളി പറയാൻ സാഗറിന് സാധിക്കുന്നില്ല. എന്ത് മറുപടി പറയണം എന്ന് അറിയാതെ സാഗർ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. തുടർന്ന് ജയമോഹൻ വീണ്ടും സാഗറിനോട് എന്ത് പറ്റി സാഗർ, എന്താണ് ഒരു മറുപടി തരാത്തത്, ഞാൻ പറഞ്ഞതിന്റെ ഉത്തരം എന്താണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ അതിന് സമ്മതിക്കുകയാണ്. ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിലൂടെ മാനസിയെ അലിഗയുടെ ഡയറക്ടറാക്കാൻ സാഗർ സമ്മതിക്കുകയാണ്. ഈ സമയത്ത് മാനസയെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അലിഗയുടെ പുതിയ ഡയറക്ടറായ മാനസയെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അലിഗയുടെ സ്റ്റാഫുകളെല്ലാം പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. മാനസ അലിഗയുടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും മാനസ അവിടെ കാണിച്ചു കൂട്ടാൻ പോകുന്നത്, എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് മാനസ കൃഷ്ണന്റെ അടുത്ത് ഒന്ന് നിന്നിട്ട് കൃഷ്ണയുടെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. എന്നാൽ കൃഷ്ണ തൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കൃഷ്ണ കട്ട കലിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് അങ്ങോട്ടേക്ക് വരുൺ വിളിച്ച് പറഞ്ഞ അനുസരിച്ച് അങ്ങോട്ടേക്ക് അനിരുദ്ധും പോലീസ് പടയും അങ്ങോട്ടേക്ക് എത്തുന്നത്. അനിരുദ്ധിനെയും മറ്റു പോലീസുകാരെയും കണ്ട് അവിടെയുള്ള എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് അനിരുദ്ധ് നേരെ സാഗറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് സാഗർ പിന്നെ അനിരുദ്ധിനോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് അനിരുദ്ധ് നല്ല ഗൗരവത്തിൽ ഇവിടെ ഒരു ഡ്രഗ്സ് പാർട്ടി നടക്കുന്നുണ്ടെന്നൊരു സൂചന കിട്ടിയിട്ട് വന്നതാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. നിങ്ങൾ ഇതെന്ത് വൃത്തികേടാണ് പറയുന്നത്, ഇവിടെ കൺമണിയെ അനുമോദിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്, അതല്ലാതെ ഡ്രഗ്സ് പാർട്ടി അല്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് അനിരുദ്ധ് നല്ല ദേഷ്യത്തിൽ അതൊന്നും ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ അന്വേഷണത്തിനാണ് വന്നിരിക്കുന്നത്, ഇവിടെയുള്ള എല്ലാവരും ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ ദേഷ്യം വരികയാണ്, ബലരാമന് ദേഷ്യം വരികയാണ്. എന്നാൽ ഈ സമയത്ത് പോലീസിനോട്
കണ്ട് കൺമണിക്ക് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് ഗോകുല് പിന്നെ കൺമണിയോട് അപ്പയെ സൂക്ഷിക്കണം, ഇപ്പോൾ ആ പാക്കറ്റ് അപ്പയുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അപ്പയുടെ കയ്യിൽ നിന്ന് ആ ഡ്രഗ്സിന്റെ പാക്കറ്റ് എങ്ങാനും പിടിച്ചാൽ അപ്പ തൂങ്ങുമെന്ന് പറയുകയാണ്. തുറന്ന് കൃഷ് അനിരുദ്ധിനോട് ദേഷ്യപ്പെടുകയാണ്. ഇതൊക്കെ നിന്റെ ഓരോ കള്ളത്തരമാണ്, ഈ പരിപാടി അലങ്കോലമാക്കാൻ നീ മനഃപൂർവ്വം ചെയ്ത നാടകമാണെന്നൊക്കെ പറഞ്ഞ് അനിരുദ്ധിനോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് അനിരുദ്ധിനും നല്ല ദേഷ്യം വരികയാണ്. വ്യക്തമായ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഇവിടെയുള്ള എല്ലാവരും ഞങ്ങൾ ചെക്ക് ചെയ്യുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ് ദേഷ്യം വരികയാണ്. നീ ഇവിടെയുള്ള ഒരാളെ നീ ചെക്ക് ചെയ്യില്ല എന്ന് കൃഷ് നല്ല ദേഷ്യത്തിൽ പറയുകയാണ്. ഈ സമയത്ത് മഹി അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് മഹിയും അനിരുദ്ധും കൂടി വഴക്കടിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള ഒരു കശപിശൊക്കെ നടക്കുകയാണ്. തുടർന്ന് ബലരാമനും അനിരുദ്ധിനോട് ദേഷ്യപ്പെടുകയാണ്. ഇവിടെയുള്ള ഒരു സെർച്ച് ചെയ്യാൻ തന്റെ കയ്യിൽ വാറന്റ് ഉണ്ടോ എന്ന് ബലരാമൻ അനിരുദ്ധിനോട് ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഇതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് മാനസ. കൃഷിനെ ഇപ്പോൾ പോലീസ് തൂക്കും, അതും സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഒരു വനിതാ കോൺസ്റ്റബിൾ വന്നിട്ട് കൺമണിയുടെ അടുത്ത് വന്നിട്ട് മാഡത്തിനെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കണ്ട് മാനസ പിന്നെ കൺമണിന്റെ അടുത്ത് ഓടി ചെല്ലുകയാണ്. അയ്യോ, നിങ്ങൾ ഇത് എന്താണ് പറയുന്നത്, ഇന്ന് കൺമണിയെ അനുമോദിക്കുന്ന ഫംഗ്ഷനാണ്, കൺമണിയെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട, കൺമണിയെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൺമണി ഇങ്ങനെ പതപ്പിക്കുകയാണ്. കാരണം കൃഷിന്റെ പോക്കറ്റിലാണല്ലോ സംഭവം ഇരിക്കുന്നത്, അപ്പൊ പിന്നെ കൺമണിയെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇതാണ് മാനസയുടെ മനസ്സിൽ. എന്നാൽ അത് കേൾക്കുമ്പോൾ കൺമണിക്ക് സന്തോഷമാവുകയാണ്. എന്നാൽ ഈ സമയത്ത് ഇതും കണ്ടുകൊണ്ട് കൃഷി അങ്ങോട്ടേക്ക് നല്ല ദേഷ്യത്തിൽ വരികയാണ്. ഇവിടെ ഒരാളെയും ചെക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് നല്ല ദേഷ്യത്തിൽ കൃഷി. കൺമണിയെ ചെക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് നല്ല ദേഷ്യത്തിൽ. ഈ സമയത്ത് അനിരുദ്ധം വീണ്ടും വന്ന് കൃഷ്ണുമായിട്ട് വഴക്കടിക്കുകയാണ്. അങ്ങനെ അനിരുദ്ധം കൃഷി ചെറിയ രീതിയിലെ ഒരു കയ്യാങ്കളിയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി പിന്നെ അമ്മായിയോട്, അമ്മായി ഇത് തന്നെയാണ് പറ്റിയ സമയം, അമ്മായി അവരെയൊന്ന് നോക്ക്, ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി ആരും അറിയാതെ തന്റെ കയ്യിലിരിക്കുന്ന ആ പാക്കറ്റ് എടുത്ത് മാനസയുടെ പോക്കറ്റിലേക്ക് ഇടുകയാണ്, മാനസയുടെ പാന്റിന്റെ പോക്കറ്റിലേക്ക് ഇടുകയാണ്. എന്നാൽ ഈ സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ കൃഷും അനിരുദ്ധും വഴക്കടിക്കുന്നതിലാണ്. അങ്ങനെ മാനസയുടെ പോക്കറ്റിലേക്ക് കൺമണി അതിട്ടത് ആരും തന്നെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ മാനസിക്ക് പണി കൊടുത്ത ശേഷം കൺമണി വേഗം തന്നെ കൃഷ്ണ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്താ കൃഷ് സാർ ഇത്, എന്തിനാണ് ഇങ്ങനെ വഴക്കടിക്കുന്നത്, ബലരാമേട്ട ഒന്ന് വഴക്കടിക്കാതിരിക്കെ, പോലീസ് വന്നൊന്ന് ചെക്ക് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്, അവർ ചെക്ക് ചെയ്യട്ടെ എന്ന് പറയുകയാണ്. എന്നാൽ കൺമണിയുടെ ഈ ധൈര്യം കണ്ട് കൃഷിനും എന്തൊരു പന്തികേട് തോന്നുകയാണ്. തുറന്ന് കൃഷി നടങ്ങുകയാണ്. തുറന്ന് കൺമണി പിന്നെ അനിരുദ്ധിനോട് നിങ്ങൾക്ക് ഇവിടെയുള്ള ആരെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് അനിരുദ്ധ് പിന്നെ കൃഷ്ണ മുഖത്ത് നോക്കി, നിനക്കല്ല ഇത്തിരി തളപ്പ് കൂടുതൽ, അതുകൊണ്ട് നിന്നെ തന്നെ ആദ്യം ചെക്ക് ചെയ്യണമെന്ന് പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് കൃഷ്ണ ചെക്ക് ചെയ്യാൻ പറയുകയാണ്. എന്നാൽ അത് കണ്ട് മാനസിക സന്തോഷമാവുകയാണ്. എന്നാൽ ഇത് കണ്ട് വരുൺ ഇങ്ങനെ തുള്ളിച്ചാടി നിൽക്കുകയാണ്. കൃഷ്ണൻ ഇപ്പോൾ പണി കിട്ടുമെന്നിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കോൺസ്റ്റബിൾമാര് കൃഷിന്റെ ഡ്രസ്സിലെല്ലാം നോക്കി ഒന്നും തന്നെ കണ്ടു കിട്ടുന്നില്ല. തുടർന്ന് ആ കാര്യം അവർ അനിരുദ്ധിനെ അറിയിക്കുകയാണ്. എന്നാൽ അത് കേട്ട് അനിരുദ്ധം ഞെട്ടി നിൽക്കുകയാണ്. അനിരുദ്ധന് നല്ല ദേഷ്യം വരികയാണ്. അനിരുദ്ധം മാനസയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ വരുണിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. തുടർന്ന് മാനസ പിന്നെ അനിരുദ്ധനോട് ആ സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. കൃഷിന്റെ പോക്കറ്റിന്റെ സൈഡിൽ നോക്കാൻ പറയുകയാണ്. തുടർന്ന് അനിരുദ്ധ പിന്നെ പോലീസുകാരോട് ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിനെ നോക്കുകയാണ്, കൃഷിനെ പരിശോധിക്കുകയാണ്. എന്നാൽ ഈ സമയത്തും അനിരുദ്ധനൊന്നും തന്നെ കണ്ടു കിട്ടുന്നില്ല. തുടർന്ന് കൃഷ്ണൻ നല്ല ദേഷ്യം വരികയാണ്. എന്താടാ നിനക്കൊന്നും കിട്ടുന്നില്ലേ, ഇനി ഞാൻ തുണി അയച്ചിട്ട് കാണിക്കണോ എന്ന് നല്ല ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. അങ്ങനെ കൃഷിന്റെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ അനിരുദ്ധന് കണ്ടു കിട്ടുന്നില്ല. അതിന്റെ ഒരു നിരാശയിൽ നിൽക്കുകയാണ് അനിരുദ്ധും വരുണും മാനസിയും. വരുണും മാനസിയാകെ കിളി പോയിട്ടാണ് നിൽക്കുന്നത്. അതേ സമയത്ത് വരുൺ മാനസികനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പൊട്ടി, അവൾ ഇത്ര നേരമായിട്ട് അത് കൃഷിന്റെ പോക്കറ്റിലേക്ക് ഇട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുൺ നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്ത് ബലരാമൻ വന്നിട്ട് അനിരുദ്ധനോട് ദേഷ്യപ്പെടുകയാണ്. കൃഷിനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി എന്നെ ചെക്ക് ചെയ്യാൻ പറയുകയാണ്. തുറന്ന പോലീസുകാരോട് എന്നെ ചെക്ക് ചെയ്യേ എന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് ബലരാമൻ. എന്നാൽ ഈ സമയത്ത് കൺമണിയെ ചെക്ക് ചെയ്ത വനിതാ കോൺസ്റ്റബിൾ കൺമണിയോട് മാഡത്തിന് ഇങ്ങനെ പോകാം, മാഡത്തിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം മാനസിയെ വിളിക്കുകയാണ്. മാനസ മേഡം വാ, മാനസ മേഡത്തിനെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ വലിയ ജന്മമരം ചമയിക്കുകയാണ്. അതിനെന്താ, എന്നെ എത്ര വേണമെങ്കിലും ചെക്ക് ചെയ്തോളൂ, കാരണം എന്റെ കയ്യിലില്ലല്ലോ എന്ന രീതിയിൽ മാനസ അതിന് തയ്യാറാവുകയാണ്. കൈ രണ്ടും വിരിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അത് കണ്ട് ഗോകുലിനും കൺമണിക്കും അമ്മായിക്കും ചിരി വരികയാണ്. പൊട്ടി, ഇവൾക്ക് ഇപ്പോൾ പണി കിട്ടുമെന്ന രീതിയിൽ 3 പേരിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സാഗർ വന്നിട്ട് ഇവരോട് നിങ്ങൾ ഇത് എന്താണ് കാണിക്കുന്നത്, മതി ചെക്ക് ചെയ്തത്, ഞങ്ങൾ ക്ഷണിച്ചിട്ട് വന്നവരാണ് ഇവരെന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് ആ കോൺസ്റ്റബിൾ മാനസിയെ ഇങ്ങനെ അടിമുടി പരിശോധിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണൻ നല്ല ദേഷ്യം വരികയാണ്. അത് പറഞ്ഞാൽ പറ്റില്ല, ഇവിടെ വന്ന എല്ലാവരും ചെക്ക് ചെയ്തിട്ട് ഇവർ പോയാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ കുറെ നേരം പരിശോധിച്ച ശേഷം ആ കോൺസ്റ്റബിൾ ഒരു പാക്കറ്റ് കിട്ടുകയാണ്. ആ പാക്കറ്റ് എടുത്ത് അനിരുദ്ധിനും മുന്നിലേക്ക് ഉയർത്തി കാണിക്കുകയാണ്. സാർ ദേ ആ പാക്കറ്റ് കിട്ടിയെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മാനസിയും അനിരുദ്ധവും. അവർ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന്. അങ്ങനെ മാനസിയുടെ കയ്യിൽ നിന്ന് ഡ്രഗ്സിന്റെ പാക്കറ്റ് കണ്ടെത്തിയിരിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ആന്റിയമ്മ, സുജാത, സാഗർ, കൃപ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ജയമോഹനും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല.
തുറന്ന് ആ ഡ്രഗ്സിന്റെ പാക്കറ്റ് അനിരുദ്ധിന് കൊടുക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ പിന്നെ അനിരുദ്ധിനോട് അയ്യോ സാറെ കേസാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അനിരുദ്ധ് ഇത് ഡ്രഗ്സ് ആണെന്ന് ആദ്യം ഉറപ്പുവരുത്തണം എന്ന് പറയുകയാണ്. ആദ്യം നമുക്കിത് ലാബിൽ പോയിട്ട് പരിശോധിക്കാമെന്നൊക്കെ പറയുകയാണ് മാനസിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. എന്നാൽ അത് കേട്ട് കൃഷ്ണനും ബലരാമനും ദേഷ്യം വരികയാണ്. അതെന്തോന്ന് ന്യായമാണെന്ന് ചോദിക്കുകയാണ്. കുറച്ചു മുമ്പ് നീ ഇതല്ലല്ലോ പറഞ്ഞത്, ഇവളുടെ കയ്യിൽ നിന്ന് പിടിച്ച് ഡ്രഗ്സ് തന്നെയായിരിക്കും എന്ന് പറയുകയാണ്. മാനസിയെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്ന് പറയുകയാണ് കൃഷും ബലരാമനും. തുടർന്ന് കൃഷി നല്ല ദേഷ്യത്തിൽ പിന്നെ അനിരുദ്ധിനോട് പിന്നെ പറയുന്നത് മാനസിയെ ഞങ്ങൾ ഈ ഫംഗ്ഷന് ക്ഷണിച്ചിട്ട് പോലുമില്ല, അവൾ ഈ ഫംഗ്ഷൻ വന്നത് തന്നെ ഈ ഫംഗ്ഷൻ അലങ്കോലമാക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് മാനസിയെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറയുകയാണ് കൃഷി നല്ല ദേഷ്യത്തിൽ. അങ്ങനെ എല്ലാവരും മാനസിക്കെതിരെ തിരിയുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ കിളി പോയി നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകാതെയാണ് മാനസ നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്ത് ജയമോഹൻ പിന്നെ കൃഷ്ണയോട് അയ്യോ മോനെ ഇതിപ്പോൾ കേസാക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമുക്കിത് ഇവിടെ വെച്ചാണ് സോൾവ് ചെയ്യാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണൻ നല്ല ദേഷ്യം വരികയാണ്. കുറച്ചു മുമ്പാണ് മാനസിയെ കമ്പനിയുടെ ഡയറക്ടർ ആക്കിയത്. അതിന്റെ ഒരു ദേഷ്യം കൃഷ്ണ ഓൾറെഡി ഉണ്ട്. ഇതും കൂടി ആയപ്പോൾ കൃഷ്ണ പിന്നെ ജയമോഹനോട് അത് പറഞ്ഞാൽ പറ്റില്ല അങ്കിൾ, എല്ലാവർക്കും മുമ്പിൽ വെച്ച മാനസയുടെ കയ്യിൽ നിന്ന് ഡ്രഗ്സ് പിടിച്ചിരിക്കുകയാണ്. മാനസ ഇതിനു മുമ്പ് പലതവണ കൺമണിയെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇത്തവണ മാനസിയെ വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല, മാനസിയെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് വാശി പിടിച്ചു നിൽക്കുകയാണ് കൃഷ്. എന്നാൽ ഈ സമയത്ത് കൺമണി ഗോകുലിനോട് മറ്റേ കാര്യം പറയാൻ ആവശ്യപ്പെടുകയാണ്. തുടർന്ന് ഗോകുൽ വന്നിട്ട് മഹിയെ വിളിക്കുകയാണ്. തുടർന്ന് മഹിയെ വിളിച്ചിട്ട് അവിടെ വരുണ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ വരുണ കണ്ട് മഹി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് ഗോകുല് മൊബൈലിലെ വീഡിയോ ഓൺ ആക്കിയിട്ട് ആ വരുണിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് മഹി വരുണ പിടിച്ച് വരുണിന്റെ മേക്കപ്പ് എല്ലാം വലിച്ചു ദൂരെ കളഞ്ഞ് വരുണിട്ട് നല്ല പടയ്ക്കുകയാണ്. ഇതെല്ലാം ഗോകുൽ മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയാണ്. തുടർന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ദക്ഷ മാഡത്തിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. തുടർന്ന് കൺമണിയുടെ അമ്മായിയും മഹിയും ചേർന്ന് വരുണെ ഇടിച്ച് ഇഞ്ചി പരുവമാക്കുകയാണ്. തുടർന്ന് മഹി പിന്നെ വരുണോട് സത്യം പറയടാ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, എന്താടാ നിന്റെ പ്ലാൻ എന്നൊക്കെ ചോദിച്ച് വരുണ അടിയോടടിയാണ്. തുടർന്ന് വരുൺ ഉള്ള സത്യം മണി പോലെ പറയുകയാണ്. ഞാനും മാനസിയും അനിരുദ്ധും ചേർന്ന് കൃഷ്ണനെ ഡ്രഗ്സിന്റെ കേസിൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ. മാനസ കൃഷി അറിയാതെ കൃഷിന്റെ പോക്കറ്റിൽ ആ ഡ്രഗ്സിന്റെ പാക്കറ്റ് ഇടുമെന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാ സത്യങ്ങളും വരുൺ മഹിയോട് പറയുകയാണ്. ഇതെല്ലാം ഗൂഗിൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയാണ്. എന്നാൽ ഈ സമയത്ത് വരുണിന്റെ അടി കൊണ്ട് ബോധം പോയ ലോനപ്പൻ എഴുന്നേൽക്കുകയാണ്. തുടർന്ന് ലോനപ്പനെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട് മഹിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് മഹിയോട് ചെന്ന് ലോനപ്പന്റെ കെട്ടെല്ലാം അഴിക്കുകയാണ്. ആരാണ് നിങ്ങളെ കെട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ലോനപ്പൻ തന്നെ ഒരു മലയാളിയാണ് കെട്ടിയത്, ഒരു കള്ളനാണ് കെട്ടിയത്, എന്റെ പണിക്കാരനായിട്ട് കൂടിയതാണ് അവൻ എനിക്ക്, അപ്പം അവനാണ് എന്നെ കെട്ടിയിട്ടതെന്നൊക്കെ പറയുമ്പോൾ അവിടെ വരുണ കാണുകയാണ്. തുടർന്ന് വരുണ കണ്ട് ലോനപ്പിന് ആളെ മനസ്സിലാകുന്നില്ല. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അമ്മായി വേഗം തന്നെ വരുണിന്റെ ആ കപ്പട മീശ വരുൺ വെച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് ലോനപ്പന് ആളെ മനസ്സിലാവുകയാണ്. ഈ വൃത്തികെട്ടവനാണ് എന്നെ കെട്ടിയിട്ടത്, ഇവൻ മലയാളിയാണ് കള്ളനാണെന്നൊക്കെ പറഞ്ഞ് വരുണിന്റെ നേരെ കൈ ചൂണ്ടുകയാണ്. തുറന്നു കാണിക്കുന്ന അനിരുദ്ധാണ്. അനിരുദ്ധ് എങ്ങനെയെങ്കിലും മാനസികത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അതിനുവേണ്ടി പഠിച്ച പണി 18 എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് കമ്മീഷണറെ വിളിക്കുകയാണ് എന്ന രീതിയിൽ വെറുതെ ഫോൺ ചെവിയിൽ വെച്ച് നിൽക്കുകയാണ്. അത് കണ്ട് കൃഷ്ണ സംശയം തോന്നുകയാണ്. താൻ ഇവിടെ കിടന്ന് അഭിനയിച്ചൊക്കെ മതി എന്ന് പറയുകയാണ്. എനിക്കറിയാം താൻ ഫോണൊന്നും വിളിക്കുന്നില്ല, മാനസിയെ കസ്റ്റഡിയിൽ എടുത്തേ പറ്റൂ, അതല്ലാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് അനിരുദ്ധൊക്കെ പേടിച്ച് നിൽക്കുകയാണ്. ഇതേ സ്റ്റാൻഡിൽ തന്നെയാണ് ബലരാമനും. എന്നാൽ ഈ സമയത്ത് ഇവരെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ദക്ഷ മേഡവും കമ്മീഷണറും കൂടി വരികയാണ്. അവര് നേരെ ചെല്ലുന്ന കൺമണിയുടെ അടുത്തേക്കാണ്. എന്നാൽ അവരെ കാണുമ്പോൾ തന്നെ മാനസിയുടെ സകല കിളിയും പോവുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.